പാലക്കാടിന്റെ വയലോര ഗ്രാമങ്ങളും കണ്ട് നെല്ലിയാമ്പതി മലനിരകളിലേക്ക് ഒരു വീക്കെൻഡ് ട്രിപ്പ് പോയാലോ? ആൻഡ് വെൽക്കം ടു നെല്ലിയാമ്പതി ഡയറീസ്. പാവപ്പെട്ടവന്റെ ഊട്ടി എന്നറിയപ്പെടുന്ന നെല്ലിയാമ്പതി പാലക്കാട് ടൗണിൽ നിന്നും 55 കിലോമീറ്റർ അകലെയായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. പച്ച പുതിച്ചു കിടക്കുന്ന പാലക്കാട് നെൽവയലുകളുടെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ നേരെ നെന്മാറ ടൗണിലെത്തി. അവിടെ നിന്നും 6 കിലോമീറ്റർ സഞ്ചരിച്ചാൽ നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള പോത്തുണ്ടി ഡാമിലോട്ട് എത്താം. 19-ാം നൂറ്റാണ്ടിൽ ശർക്കരയും കുമ്മായും ഉപയോഗിച്ച് നിർമ്മിച്ച ഈ ഒരു ഡാമിന്റെ മുകളിലെത്തിയാൽ നെല്ലിയാമ്പതി മലനിരകളുടെ കാഴ്ചകളും അതുപോലെ നല്ല ഫോട്ടോസും വീഡിയോസും എടുക്കാൻ പറ്റിയിട്ടുള്ള ഗാർഡനും അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്നും നെല്ലിയാമ്പതി ഹിൽസിലോട്ട് എത്താനും 10ഓളം വരുന്ന ഹെയർ പിൻ വളവുകളും ഒരുപാട് ചെറുതു വലുതുമായിട്ടുള്ള വെള്ളച്ചാട്ടങ്ങളും വ്യൂ പോയിന്റുകളും വൈൽഡ് അനിമൽസ് ഒക്കെ നിറഞ്ഞിട്ടുള്ള ഈ ഒരു റൂട്ട് ഒരു കിടിലൻ റൂട്ട് തന്നെയാണ്. മല കയറി നമ്മൾ നേരെ ചെന്നെത്തുന്നത് കൈക്കാട്ടി ജംഗ്ഷനിലോട്ടാണ്. ഇവിടെ നിന്നും സീതാരക്കുണ്ട് വ്യൂ പോയിന്റ് എക്സ്പ്ലോർ ചെയ്യാനായി 6 കിലോമീറ്റർ തേയിലത്തോട്ടത്തിന്റെ ഇടയിലൂടെയുള്ള റോഡിലൂടെ സഞ്ചരിച്ച് ഞങ്ങൾ നേരെ സീതാരക്കുണ്ട് വ്യൂ പോയിന്റിലെത്തി. രാമനും ലക്ഷ്മണനും സീതയും വനവാസ കാലത്ത് താമസിച്ചു എന്ന് വിശ്വസിക്കുന്ന ഈ മലമുകളിലെത്തിയാൽ പാലക്കാടിന്റെ അതിമനോഹരമായിട്ടുള്ള ഗ്രാമങ്ങളിൽ ഒന്നായ കൊല്ലങ്കോട് ഗ്രാമത്തിന്റെ അതിമനോഹരമായിട്ടുള്ള കാഴ്ചകൾ കാണാം. സീതാർകുണ്ട് വ്യൂ പോയിന്റും എക്സ്പ്ലോർ ചെയ്തു പോരുന്ന വഴിക്ക് റോഡ് സൈഡിൽ കണ്ട തട്ടായിട്ടുള്ള വാട്ടർഫാൾസിന്റെ കാഴ്ചകളൊക്കെ കണ്ടു. ഇതിന് നേരെ ഞങ്ങൾ കൈക്കാട്ടി ജംഗ്ഷനിൽ തന്നെ തിരിച്ചെത്തി. അവിടെ നിന്നും കേശവൻപാറ പോകുന്ന റോഡിലൂടെ ഒരു 11 കിലോമീറ്റർ സഞ്ചരിച്ചാൽ നമുക്ക് കാരാപ്പാറ ഹാങ്ങിങ് ബ്രിഡ്ജിൽ എത്താവുന്നതാണ്. റോഡിന്റെ ഇരുവശത്തും ഒരുപാട് ടീ പ്ലാന്റുകളൊക്കെയുള്ള ആ ഒരു റോഡിലൂടെ നമ്മൾ പോയ സമയത്ത് മഞ്ഞും മഴയും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ ആ ഒരു റൈഡിന് ഒന്നും കൂടെ ഭംഗി കൂടി. കാരപ്പാറ ഹാങ്ങിങ് ബ്രിഡ്ജിന്റെയും അതിന്റെ താഴെക്കൂടെ ഒഴുകുന്ന പുഴയുടെയും കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ നേരെ അതിന്റെ തൊട്ടടുത്തുള്ള കാരപ്പാറ വാട്ടർഫോൾസിലോട്ട് പോയി. ഈ ഒരു പോയിന്റ് വരെയാണ് നമുക്ക് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് യാത്രാനുമതി അലൗഡ് ചെയ്തിട്ടുള്ള ഒരു സ്ഥലം. ഇതിനപ്പുറം വരുന്നത് റെസ്ട്രിക്റ്റഡ് ഏരിയ ആണ്. എന്നാൽ ഇവിടെ നിന്ന് വെറും 15 കിലോമീറ്റർ സഞ്ചരിച്ചാൽ നമുക്ക് ആതിരപ്പള്ളി വാൾപ്പാറയിലെത്താം. ഈ ഒരു ട്രിപ്പിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ഓൾറെഡി യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ലിങ്ക് നമ്മൾ ക്യാപ്ഷനിൽ കൊടുക്കാം.